ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മായി പ്രീതിനെയും ആകാശിനെയും കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് പ്രീതി ഇങ്ങനെ പ്രീതിയല്ല ശ്രുതി ഓടി വരുന്നുണ്ട് കേട്ടോ. ഹായ് അമ്മായി, അമ്മായി എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കണേ. ഇത് കേട്ടിട്ട് മനോരമ കണ്ടില്ലേ അവളുടെ ആക്ടിങ്, ഒന്നും അറിയാത്ത പോലെ അവൾ അഭിനയിക്കുകയാണെന്നൊക്കെ പറയുകയാണേ. അമ്മായി എപ്പോൾ വന്നു, എന്താ അമ്മായി വന്നത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അമ്മായിനെ ഒരു ഇഷ്ടമില്ലാത്ത പോലെ പറയുന്നുണ്ട്, ഞാൻ ആകാശിനും പ്രീതിനെ കൊണ്ടുപോകാൻ വന്നാണ്. ആണോ, എങ്കിൽ ശരി ഞാനും വരട്ടെ നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പ്രീതി വേഗം തന്നെ ഒരുങ്ങാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മനോരമയ്ക്ക് ആഹാ ഇവളെയും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പോൾ അമ്മായി പറയാണ്, ഇല്ല ഞാൻ ആകാശിനെയും പ്രീതിമോളെയും കൊണ്ടുപോകാനായിട്ട് വന്നത്, അവരെ മാത്രം കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ രാധേ, ശ്രുതിനും കൂടി കൊണ്ടുപോ. ശ്രുതി ചെയ്ത തെറ്റ് പോലെ തന്നെ ഇവിടുത്തെ കുഞ്ഞിന് ഞങ്ങളോട് ചെയ്തതല്ലേ, എന്നിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാ ചടങ്ങുകളും ഇവിടെ നടത്തിയാലോ, അപ്പം അതുപോലെ തന്നെ നിങ്ങളും അതൊക്കെ നടത്തേണ്ടതെന്ന് പറയും. നിങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തിയത് നിങ്ങളുടെ വലിയ മനസ്സായതുകൊണ്ടായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അതത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അവൾ ഞങ്ങളോട് ചെയ്ത് ചതി ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുന്നിൽ ഞങ്ങൾക്ക് മറുപടി ഇല്ലാതായത് അവൾ കാരണമാണ് എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് പ്രീതിയും ആകാശം അവിടേക്ക് വരികയാണ്. എന്നിട്ട് മനോരമ ഗിഫ്റ്റൊക്കെ പ്രീതിയുടെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതാ ഇതൊക്കെ നിൻ്റെ വീട്ടുകാർക്കുള്ള ഗിഫ്റ്റാണ്, ഇനിയിപ്പോൾ പാർട്ട് 2 മരുമകളുടെ ഗിഫ്റ്റും കൂടെ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മായി പറയാണ്, വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ പ്രീതിയാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് നോക്കുകയാണ്. വാ നമുക്ക് പോകാം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി വീണ്ടും ചോദിക്കുകയാണ്, എന്നാലും രാധേ ശ്രുതിയെ കൂടി എന്ന് പറയുമ്പോഴേക്കും ഇല്ല സുഭദ്രാമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. വാ മക്കളെ പോകാമെന്ന് പറയാണ്. അപ്പോൾ പ്രീതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തിൽ നിൽക്കാനിട്ട് തിരിഞ്ഞ് നോക്കുകയാണ്. ശ്രുതി ഒരുങ്ങാൻ പോയിട്ടുണ്ടല്ലോ, പക്ഷേ ഭയങ്കര വിഷമമാവാണ് കേട്ടോ പ്രീതിക്ക്. അങ്ങനെ അമ്മായി അവിടെ നിന്ന് പോകും. അങ്ങനെ അവർ 3 പേരും കൂടി കാറിൽ കയറി പോകുന്നത് അശ്വിനി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അശ്വിനി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അശ്വിനും ചെറുതായിട്ടൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓടി വരികയാണ്, അമ്മായി ഞാൻ റെഡിയായി എന്ന് പറഞ്ഞിട്ട് വരികയാണേ. അപ്പോഴാണ് അമ്മായി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ മനോരമ ചിരിക്കുകയാണ് കേട്ടോ. യു ആർ ഈസ് റെഡി, പക്ഷേ നിൻ്റെ അമ്മായി നോട്ട് റെഡി എന്ന് പറയുകയാണേ. നിൻ്റെ അമ്മായി നിന്നെ കൊണ്ടുപോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും മുന്നിലും ഇങ്ങനെ ശ്രുതി നാണം കെട്ട പോലെ നിൽക്കുകയാണ്. നിൻ്റെ വീട്ടിലത്തെ ബുക്കിൽ കയറി കളഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തോടുകൂടി മുകളിലേക്ക് തന്നെ പോകും. ഇതേ സമയം ഡോക്ടറെ അടുത്ത് പോയിരുന്ന ശ്യാമും അഞ്ജലിയും തിരിച്ചു വരികയാണ്. അപ്പോൾ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചെക്കപ്പൊക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പ്രീതിയും ആകാശം പോയ കാര്യമൊക്കെ മുത്തശ്ശി പറയും. അപ്പോൾ അയ്യോ എന്നോട് പറഞ്ഞിട്ടുണ്ടായി, ഞാനൊരു തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി എന്നൊക്കെ പറയും. അപ്പോഴേക്കും മനോരമ അവിടേക്ക് വരികയാണ്. എന്നിട്ട് മനോരമ പറയുന്നത്, എങ്ങനെയുണ്ട് മോളെ ചോദിക്കുമ്പോൾ ചെക്കപ്പിലൊന്നും ഒരു കുഴപ്പമില്ല ആൻറ്റി, എല്ലാതും ഓക്കെയാണെന്ന് പറയും കേട്ടോ. ഭാഗ്യം എന്ന് പറയാണ്. ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അതേ പ്രീതിനെ ആകാശിനും കൊണ്ടുപോകാൻ വന്നപ്പോഴേ മറ്റേ പാർട്ട് 2 മരുമകൾ ഓടി വന്നു, പക്ഷെ അവൾ കൊണ്ടുപോയില്ല എന്നൊക്കെ പറയാനായിട്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അഞ്ജലിക്ക് ഭയങ്കര വിഷമമാണ്. അതെന്താ അങ്ങനെ, ശ്രുതിനെ അവർ കൊണ്ടുപോകേണ്ടതല്ലേ, ചടങ്ങ് പോലെ തന്നെ വേണ്ടതെന്ന് പറയാണ്. അവരങ്ങനെ ചെയ്തെങ്കിലും നമ്മളതിന് വളം വെച്ച് കൊടുക്കാൻ പാടില്ല, നമ്മളതിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ഒറ്റപ്പെടൂലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി അതിൻ്റെ കാര്യമൊന്നുമില്ല, അവളിനിപ്പോൾ ഇവിടെ തന്നെ അല്ല, അതിപ്പോൾ എന്ത് ചെയ്യാൻ എന്നൊക്കെ പറയാണ്. അത് സാരില്ല, ഞാൻ കുഞ്ഞിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ്. അപ്പം മനോരമ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്യാമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രുതി എന്തായാലും ശ്രുതി അവർ കൊണ്ടുപോയില്ലെങ്കിൽ ശ്രുതി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അഞ്ജലി അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അശ്വിൻ്റെ അടുത്ത് ചെന്നിട്ട്, നീ എന്താ ശ്രുതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചി എനിക്കിന്നൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, നിൻ്റെ മീറ്റിംഗൊക്കെ എനിക്കറിയാം, എനിക്ക് എന്നാണ് അർജൻറ്റ് മീറ്റിംഗ് ഇല്ലാത്തത്, എന്തായാലും ചടങ്ങ് പോലെ തന്നെ നടത്തണം, ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധം, കല്യാണവും നിൻ്റെ ഇഷ്ടത്തിന് അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് നടത്താനായിട്ട് നീ ശ്രദ്ധിക്കുന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് തിരക്കുണ്ട് ചേച്ചി, നിൻ്റെ തിരക്കൊക്കെ ഈ കാര്യത്തിൽ വേണ്ട, ഇനി നിൻ്റെ ജീവിതത്തിലെ ശ്രുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള തിരക്കൊക്കെ എന്നൊക്കെ പറയാണ് അഞ്ജലി. എന്നിട്ട് അശ്വിനൊന്നും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ ചടങ്ങുകൾക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട് അശ്വിൻ. വേണം, നീ എന്തായാലും ശ്രുതിയെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുക എന്ന് പറയാൻ കേട്ടോ. ശരി ചേച്ചി പറഞ്ഞ പോലെ ചെയ്യാമെന്ന് അശ്വിൻ ലാസ്റ്റ് പറയുകയാണേ. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ അശ്വിൻ കൊടുത്ത വളകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളകൾ ഇങ്ങനെ കയ്യിൽ തൊട്ടിട്ട് അശ്വിന് നോക്കുന്നുണ്ടോ എന്ന്, പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല.
അങ്ങനെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇടുകയാണ്. ശ്രുതിയുടെ തല ചെന്നിങ്ങനെ പെട്ടെന്ന് ഒരു ഇടി ഇടിക്കും. മാത്രമല്ല കൈകളൊക്കെ കാറിൽ സൈഡിൽ കൊണ്ടിട്ട് കൈയൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. വളകൾ പൊട്ടിയിട്ട് കൈമൊന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശ്രുതി എന്താ ഇതെന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട് നിന്റെ വീടെത്തിയാൽ കണ്ടില്ലേ, ഇറങ്ങ്, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അപമാനിച്ച് ഇറക്കി വിടുന്നത് പോലെ ശ്രുതിനെ ഇറക്കി വിടാണ്. നിങ്ങൾ വരുന്നില്ലേന്ന് ചോദിക്കും. ഞാനൊന്നും വരുന്നില്ല, നീ പൊക്കോളാൻ പറയും. അങ്ങനെ ശ്രുതി കുറച്ച് സമയം ഇങ്ങനെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പതുക്കനെ ഒരു ഇറങ്ങുകയാണ്. അപമാനഭാരത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ബാക്കിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് മേടിച്ചിട്ടുള്ളതും കൂടിയിട്ട് കൊണ്ട് ഇറങ്ങി പോവുകയാണ് ശ്രുതി. ഈ സമയം റോട്ടിലിങ്ങനെ ഒരു ആൾ നിൽക്കുന്നുണ്ട്. ഒരു തങ്കച്ചേട്ടൻ എന്ന് പറഞ്ഞ ആളൊരു സ്ത്രീയും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ശ്രുതിനെ കാണുന്നത്. ഇത് ശ്രുതിയല്ലേ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ആ കുട്ടിയോട് എന്നെ ചോദിക്കാന്ന് പറയുന്നത്. ശ്രുതിനെ കാണുമ്പോൾ ആ ശ്രുതി മോളെ തങ്കച്ചേട്ടന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള സ്ത്രീ ചോദിക്കുന്നത് മോളെ കല്യാണമാണോ കഴിഞ്ഞത്, സത്യത്തിൽ ചേച്ചിയുടെ കല്യാണമാണോ കഴിഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ചോദ്യം പറിച്ചൊന്നും വേണ്ട, കഴുത്തിൽ താലി എടുക്കുന്നത് കണ്ടില്ലേ, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.